കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. വളരെ സന്തോഷത്തോടുകൂടെ സമാഗമന കൂടാരത്തിന്റെ പഠനം ആരംഭിച്ചു. ഇന്ന് ദൈവം അനുവദിച്ചാൽ അതിന്റെ പഠനം പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വിഷയം പൂർണ്ണമായി പഠിച്ചു എന്നുള്ളതല്ല, നമ്മുടെ ക്ലാസിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വന്നു. നമ്മൾ അതിന്റെ ഓരോ വിഷയങ്ങളും പഠിച്ച് അവസാനം സമാഗമന കൂടാരത്തിന്റെ മുകളിലുള്ള 4 കർട്ടനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2 നമ്മൾ ഓർത്ത് കഴിഞ്ഞു, പഠിച്ചു. ഇനി 2 കുറിച്ച് കൂടെ പഠിക്കണം. ദൈവം വെച്ചാൽ ഇന്ന് അവസാനത്തെ 2 കുറിച്ച് പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഓർഡർ തിരിച്ചാണ് പഠിച്ചത്. അത് പുറത്തുനിന്ന് അകത്തോട്ടാണ് പഠിച്ചത്. നമുക്ക് നോക്കാം. ആ സമാഗമന കൂടാരം കണ്ടോ? അതിന്റെ ഏറ്റവും പുറത്ത് തഹശുതോലാണ്. തഹശുതോലാണ് ഒരു ജീവിയുടെ തൊലിയാണ്. അതൊരു ഒരു ലെതർ ഒരു കവറിങ്. അതാ പുള്ളി പോലെ ഏറ്റവും പുറത്ത് കാണുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് ചുവപ്പിച്ച ആട്ടുകൊറ്റന്റെ തോലാണ്. അത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു. മൂന്നാമത് കാണുന്നത് കമ്പിളി, അതായത് കോലാട്ടുകൊറ്റന്റെ രോമം കൊണ്ടുള്ള ആ വെളുത്ത നിറം കണ്ടില്ല? കോലാട്ടുകൊറ്റന്റെ രോമം കൊണ്ടുള്ള ഇത് വെളുത്ത നിറമാണ്. എന്നാൽ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ അത് കറുത്ത നിറമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. പിന്നെ 4 ആ സമാഗമന കൂടാരത്തിന്റെ പുറത്ത് കിടക്കുന്ന കണ്ടില്ലേ? അത് പിരിച്ച പഞ്ഞിനൂല് കൊണ്ടുള്ള കെരൂബുകളെ നെയ്തെടുത്ത ഒരു കർട്ടനാണ്. മറ്റതിൽ നിന്ന് ഏതാണ്ട് 2 മുഴം നീളക്കുറവാണ് അതിന്. അത് കവർ ചെയ്ത് കിടക്കും. രണ്ടാമത്തേത് അതിനെ പൂർണ്ണമായി ആ സ്വർണ്ണ പലുകളെ കവർ ചെയ്യും. അവസാനത്തെ 2 അതിനെ മൊത്തത്തിൽ കവർ ചെയ്യും. ഇങ്ങനെ 4 കവറിങ് ആണ് നമ്മൾ കണ്ടു. ഓരോന്നും യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതിന്റെ പുറമൂടിയുടെ പഠനം വളരെ പ്രാധാന്യതയുള്ളതാണ്. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഇതിലൂടെ ഗ്രഹിക്കാനായിട്ട് കഴിയും. ഈ 4 കർട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് പുറപ്പാട് പുസ്തകം 36-ാമത്തെ അധ്യായം. 36 ഉണ്ട്, 26 ഉണ്ട്. 36 കുറച്ചുകൂടെ പുറപ്പാട് പുസ്തകം 26-ഉം 36-ഉമാണ് ഇതിന്റെ പഠനത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ട 2 ചാപ്റ്റേഴ്സ്. 26-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 26-ാം അധ്യായം നോക്കാം. ഇതിന്റെ ആദ്യത്തെ 6 വാക്യം നമ്മൾ കണ്ടു. ആ സമാഗമന കൂടാരത്തിന് നേരെ മുകളിൽ കിടക്കുന്ന ആ പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള കെരൂബുകളെ നെയ്തെടുത്ത ഒരു കർട്ടനാണ്. അതിന്റെ നീളവും അതിന്റെ കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് അതിന്റെ ഇവിടെ ബൈബിളിൽ തന്നെ മാർക്ക് ചെയ്താൽ നല്ലതാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. രണ്ടാമത്തേത് അതിന്റെ 7-ാം വാക്യം നോക്കിയാണ്. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയെ കോലാട്ട് രോമം കൊണ്ട് മൂടിച്ചില്ല. രണ്ടാമത് ഉണ്ടാക്കിയിരിക്കുന്ന വെളുത്ത നിറം കാണുന്ന കോലാട്ട് രോമം കൊണ്ടുള്ള മൂടിച്ചിലയാണ്. അത് ഏതാണ്ട് 13 വാക്യം വരെയുണ്ട്. 13 വാക്യം വരെ. പിന്നീടുള്ള 2 ഒറ്റ വാക്യമേ ഉപയോഗിച്ചിട്ടുണ്ട്. 14-ാം വാക്യം നോക്കിയാട്ടെ. അതിന്റെ പുറത്ത് ഈ 2 തിരശ്ശീലകളുടെ പുറത്ത് ചുവപ്പിച്ച ആട്ടുകൊറ്റന്റെ തോലും അതിന്റെ പുറത്ത് തഹശുതോലും. അവസാനത്തെ 2 അളവുകൾ പറഞ്ഞിട്ടില്ല. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതാണ്. ഇനി 36-ാം അധ്യായം നോക്കിയാട്ടെ. 36-ാം അധ്യായം അതിന്റെ 8 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ ഈ 4 തിരശ്ശീലകളെ കുറിച്ച് പറയുന്നുണ്ട്. 36-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 19 വരെ. 8-ാം അധ്യായത്തിന്റെ 36-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം തുടങ്ങി 13-ാം വാക്യം വരെ ആ പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ളതിന്റെ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. 13 തൊട്ട് 18 വരെ രണ്ടാമത്തെ മൂടിശീലയെ കുറിച്ചാണ്. അതായത് കോലാട്ടുകൊറ്റന്റെ രോമം കൊണ്ട് പണിതെടുത്ത 14-ാം വാക്യം വായിച്ചാൽ അറിയാം. തിരുനിവാസത്തിന്മേൽ കോലാട്ട് രോമം കൊണ്ടുള്ള ഒരു മൂടിശീല. അത് 18-ാം വാക്യം വരെയുണ്ട്. അവസാനത്തെ 2 ഒറ്റ വാക്യത്തിൽ പറയുന്നു. 19-ാം വാക്യം. ചുവപ്പിച്ച ആട്ടുകൊറ്റന്റെ തോൽ കൊണ്ട് കൂടാരത്തിന്റെ പുറമൂടിയും അതിനു മീതെ തഹശുതോൽ കൊണ്ടൊരു പുറമൂടിയും അവൻ ഉണ്ടാക്കി. നോക്കുക, ചുവപ്പിച്ച ആട്ടുകൊറ്റന്റെ തോലും പിന്നീട് തഹശുതോലും.
നമ്മൾ ഓർത്തു, ദൈവം സമാഗമന കൂടാരത്തിന്റെ ഓരോ ഡീറ്റെയിലും ദൈവമാണ് നിഷ്കർഷിച്ചത്. എന്നാൽ ഇവിടെ ഇതിന്റെ നിറങ്ങളും അളവും ഒക്കെ ദൈവമാ പറഞ്ഞത്. നമ്മള് ഒരു അവലോകനം പോലെ പഠിച്ചു പോന്നു എന്നുള്ളതല്ലാതെ ഇരുന്ന് ധ്യാനിച്ച് നമുക്കിതൊരു സന്തോഷകരമായ ഒരു ഭാഗമായി തീരണമെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇരുന്ന് ധ്യാനിക്കണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ വിഷയം ഞാൻ പലയിടത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനിത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ വളരെ മാധുര്യം, വളരെ സന്തോഷം എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. എന്നാൽ ആദ്യം ഞാനിത് പഠിക്കാൻ തുടങ്ങിയപ്പോഴൊന്നും എനിക്ക് അങ്ങനെ അത്രയും പിടികിട്ടിയിരുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വിഷയങ്ങൾ ധ്യാനിച്ചും പഠിച്ചും വായിച്ചും നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതിന്റെ മാധുര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം മനസ്സിൽ തോന്നാറുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചത് കൊണ്ട് വിടുകയാണ്. നമ്മൾ നോക്കുക, നമ്മൾ പഠിച്ചപ്പോൾ ഓർഡർ തിരിച്ചാ പഠിച്ചത്. അതായത് ദൈവം ആദ്യത്തെ ഈ പിരിച്ച പഞ്ചുനൂൽ കൊണ്ട് തുടങ്ങി തകശുതോൽ കൊണ്ടുള്ള അതുവരെ അവസാനിക്കുന്നെങ്കിൽ നമ്മൾ തിരിച്ച് ആദ്യം തകശുതോല്, പിന്നെ ചുവപ്പിച്ച് ആട്ടുകൊറ്റേണ്ട തോല്, ഇത് രണ്ടും പഠിച്ചു. ഇനി നമുക്ക് ആട്ടുകൊറ്റന്റെ രോമം കൊണ്ടുള്ള കവറിങ്, പിന്നീട് പഞ്ഞുനൂൽ കൊണ്ടുള്ള കവറിങ്, അവസാനത്തെ രണ്ടെണ്ണമാണ് പഠിക്കേണ്ടത്. നമ്മൾ ഓർത്തു, ബാഹ്യമായിട്ടുള്ളത് ഒരു തകശുതോലാണ്. ഈജിപ്തിലെ ആ നൈൽ നദിയിൽ കാണപ്പെട്ട ഒരു ജീവി സീൽ എന്ന് പറയുന്ന ഒരു ജീവിയാണെന്നും വേറൊരു കൂട്ടർ പറയുന്നു അല്ല, മലകളിൽ കാണപ്പെട്ട ഒരു പ്രത്യേക നീല നിറമുള്ള ഒരാടായിരുന്നുവെന്നും റയറായിട്ടുള്ള ഒരാടിന്റെ തോലാണെന്നും പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു കാര്യം തീർച്ചയാണ്, അത് തോലായിരുന്നു. തകശു തോലും തന്നെയാണ് അതിന്റെ പേര്. അതൊരു ഒരു 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 കവറിങ്ങിന് ദൈവം അത് ഉപയോഗിക്കുമ്പോൾ നോക്കുക, നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തു, പുറത്തുനിന്നുള്ള കാറ്റുകളും മറ്റ് കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് പ്രവേശിക്കാതെ അതിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഈ തകശുതോൽ. അത് മാത്രമല്ല, അതിനൊരു ഗ്രേ കളർ നിറമാണ്, ഡൾ കളറാണ്. പുറത്തു നിന്ന് നോക്കുന്ന ഒരുത്തന് കണ്ണിന് ആകർഷകമല്ല. വലിയ ഒരു 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 തോലുകൊണ്ട് പൊതിയപ്പെട്ട ഒരു കൂടാരം. പല കൂടാരങ്ങളും തോലുകൊണ്ടാണ് അതിന്റെ പുറംമൂടി ഉണ്ടാക്കിയിരുന്നത്. ഇവിടെയും തകശുതോൽ കൊണ്ടുള്ള ഒരു കവറിങ് കണ്ണിന് ആകർഷകമല്ല. ലോകമനുഷ്യന് കണ്ണിന് ആകർഷകമല്ലായിരുന്നു ആ പുറത്ത് കാണേണ്ട തോല്. നമ്മൾ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായിരുന്നു. അവനെ കാണുന്നവര് മുഖം മറച്ചു കളഞ്ഞു. അവന് ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമൊന്നുമില്ല. ലോകമനുഷ്യനെ സംബന്ധിച്ച് കർത്താവെന്ന് പറഞ്ഞാൽ അങ്ങനെ ആകർഷകമോ അവരുടെ മനസ്സിൽ സന്തോഷമൊന്നും ഉളവാക്കുന്നില്ല. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രൻ ലോകത്തിൽ വന്ന് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യവേഷം എടുത്ത് ഇവിടെ ജീവിച്ചപ്പോൾ തിരസ്കരിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി, അപമാനിക്കപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനായി ജീവിച്ച കർത്താവിന്റെ മഹത്വമാണ് ഈ തകശുതോൽ കൊണ്ടുള്ള പുറമൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ കർത്താവിനെ ആ വിധത്തിൽ മനസ്സിലാക്കിയ ശേഷം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ കാണുന്ന അത്ഭുതകരമായ കാഴ്ച, ആ തകശുതോൽ കൊണ്ട് പൊതിയപ്പെട്ട ഭവനം അത് തനി തങ്കം കൊണ്ടുള്ള ഒരു വീടാണ്. ഇറ്റ് ഈസ് എ ഹൗസ് ഓഫ് ഗോൾഡ്. അതിന്റെ പലകൾ സ്വർണമാണ്. അതിന്റെ ഫർണിച്ചർ എല്ലാം ഐദർ ഗോൾഡ് അല്ലെങ്കിൽ അത് ഗോൾഡ് പൊതിഞ്ഞതാണ്. കാഴ്ചപ്പത്തിന്റെ മേശ സ്വർണം പൊതിഞ്ഞതാണ്. ധൂപപീഠം ഈ ദേവാലയത്തിന്റെ ഉള്ളിലെ സ്വർണം പൊതിഞ്ഞതാണ്. കവരവിളക്ക് തനി തങ്കമാണ്. പെട്ടകം അതിവിശുദ്ധ സ്ഥലത്തുള്ളത് അത് കതിർമരം കൊണ്ടുണ്ടാക്കി അത് അകത്തും പുറത്തും പൊന്നിട്ടതാണ്. അതിന്റെ പുറത്തുള്ള മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനം എന്ന് പറയുന്നത് തനി തങ്കമാണ്. അപ്പോൾ അതിനൊരു പേര് കൊടുക്കും. സാധാരണ ഞാൻ പറയാറുണ്ട്, ഇറ്റ് ഈസ് എ ഹൗസ് ഓഫ് ഗോൾഡ്. എത്ര വിലപിടിപ്പുള്ളതാണ്! അതിന്റെ വില ആര് കണക്കാക്കും? അത്ര വിലപിടിപ്പുള്ള തങ്കം കൊണ്ട്, തനി തങ്കം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടാണ്. അതിന്റെ പുറത്ത് നോക്കിയേ, ഏത് മനുഷ്യന് ആകർഷകമായിട്ടുള്ളത്? പുറത്ത് നോക്കുന്ന ഒരു ലോക മനുഷ്യന് ക്രിസ്തു ഒരിക്കലും ഒരു ആകർഷകമല്ല. നമ്മളെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കണം, വളരെ ആനന്ദിക്കണം. നമ്മുടെ കർത്താവിന്റെ മഹത്വം നമുക്കേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ, നമുക്കേ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ലോക മനുഷ്യനത് ഗ്രഹിക്കാൻ കഴിയില്ല. എന്നെ സഹോദരന്മാരെ, ആ സത്യം
അടിസ്ഥാനപരമായി സമാഗമന കൂടാരത്തിന്റെ കവറിങ്ങിൽ നമ്മളെ പഠിപ്പിക്കുന്നു. 2, നമ്മുടെ മുകളിൽ കവർ ചെയ്തിരിക്കുന്ന കർത്താവ് നമുക്ക് തരുന്ന സുരക്ഷിതത്വം നോക്കിയേ. അതിന്റെ ഉള്ളിലോട്ട് ആ മരുഭൂമിയിലെ കാറ്റും മണൽത്തരികളും ഒന്നും കയറാതെ നമ്മളെ കവർ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ മഹത്വമാണ് നമുക്കവിടെ ദർശിക്കാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവിന്റെ മഹത്വം ആ വിധത്തിൽ അത് കാണുന്നു. 2 നമ്മൾ കണ്ടു, ചുവപ്പിച്ച ആട്ടുകൊറ്റന്റെ തോലാണ്. ഇതും തോലാണ്, 2 തോലാണ് പുറത്തുള്ളതെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ചുവപ്പിച്ച ആട്ടുകൊറ്റന്റെ തോല് നോക്കുക. ആട്ടുകൊറ്റൻ നമ്മൾ കണ്ടു, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ. ഒന്നാമത് അതിന്റെ നിറം ചുവപ്പാണ്. നമ്മുടെ കർത്താവിന്റെ യാഗമരണത്തെയാണ് ആട്ടുകൊറ്റൻ കാണിക്കുന്നത്. ബൈബിളിൽ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചു, ഉൽപ്പത്തി 22 ഇസ്ഹാക്കിന് പകരമായി കൊമ്പ് കുരുങ്ങിക്കിടക്കുന്ന, കാട്ടിൽ കൊമ്പ് കുരുങ്ങിക്കിടക്കുന്ന ഒരു കോലാട്ടുകൊറ്റൻ, ഒരു ആട്ടുകൊറ്റൻ. ആ കൊമ്പുകൾ കുരുങ്ങിക്കിടക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കാണിക്കുന്നു. അവൻ ഇസ്രയേലിനുള്ള ബന്ധത്തിൽ സ്വന്തത്തിലേക്ക് അവൻ വന്നു. ആ സ്വന്തമായവർ ഇസ്രയേൽ ജനം, നമ്മൾ ഓർത്തു, അവരൊരു കാടിന്റെ പ്രതീതിയായി. ദൈവത്തിന് മനോഹരമായ തോട്ടം, അതിന്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഒരു കാട് പോലെയായി മാറി. എന്നാൽ അവരോടുള്ള ബന്ധത്തിൽ അവന്റെ കൊമ്പ്, അവന്റെ ശക്തിയാണ്. ആ കൊമ്പുകള് ഈ കാട്ടിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അവൻ സ്വന്തത്തിലേക്ക് വരികയാണ്, അവരെ സ്നേഹിച്ചുകൊണ്ട് വരികയാണ്. നമ്മുടെ കർത്താവിന്റെ മനോഹരമായൊരു ചിത്രം നമ്മൾ അതിലവിടെ കാണുന്നു. എന്നാല് മാത്രമല്ല, പുരോഹിതന്മാരുടെ ശുശ്രൂഷയില് ലേവ്യ പുസ്തകം 8-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, റാം ഓഫ് കോൺസിക്രേഷൻ, കരപൂരണത്തിന്റെ ആട്ടുകൊറ്റൻ. അങ്ങനെയാ വായിക്കുന്നത്. അത് വേറെ ഒരു പഠനമാണ്, നമ്മളിപ്പം പഠിക്കുന്ന പോലെ തന്നെയുള്ളൊരു പഠനമാണ്. റാം ഓഫ് കോൺസിക്രേഷൻ, സമർപ്പണത്തിന്റെ ആട് എന്ന് പറഞ്ഞാൽ ലേവ്യരെ പുരോഹിതന്മാരായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവരുടെ കരങ്ങൾ നിറയ്ക്കുകയാണ് യാഗവസ്തുക്കൾ കൊണ്ട്. ആ യാഗമർപ്പിക്കുന്ന കോലാട്ടുകൊറ്റന് കൊടുത്ത പേരാണ് റാം ഓഫ് കോൺസിക്രേഷൻ, അല്ലെങ്കിൽ കരപൂരണ യാഗം. നമ്മുടെ കർത്താവിന്റെ മരണത്തെ, സമർപ്പണത്തെ അത് കാണിക്കുന്നു. അതുകൊണ്ടാണ് അതിന്റെ നിറം ദൈവം ആവശ്യപ്പെട്ടു, ചുവപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ചോരയുടെ നിറമാണ് അതിന്റെ നിറമെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. മരണത്തോളം അനുസരണമുള്ളവനായി, സമർപ്പണമുള്ളവനായി തീർന്നു. നമ്മളെ വീണ്ടെടുക്കാൻ, നമ്മളെ രക്ഷിപ്പാൻ പിതാവിനോടുള്ള അനുസരണവും നമ്മോടുള്ള സ്നേഹവും, അവനെ മരണത്തിന്, ലോർഡ്സ് ഡിവോഷൻ അൻടു ഡെത്ത്, അവനെ പൂർണ്ണമായി അവൻ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ ദൈവത്തിന് രാജകീയ പുരോഹിത വർഗമാക്കി. ലേവ്യ 8-ൽ വായിക്കുന്നു, നമ്മളെ പുരോഹിതന്മാരാക്കി തീർക്കുവാൻ ഒരു കോലാട്ടുകൊറ്റൻ, കരപൂരണ യാഗത്തിന് റാം ഓഫ് കോൺസിക്രേഷൻ. നമ്മുടെ കർത്താവാണ് ആ വിധത്തിൽ യാഗമായി തീർന്ന് നമ്മളെ പുരോഹിതന്മാരാക്കി മാറ്റിയത്. നോക്കുക, ഈ 2 തോലുകൊണ്ടുള്ളത് ഈ സമാഗമന കൂടാരത്തിന്റെ പുറത്ത് കവറിങ്ങാണ്. നമ്മുടെ കർത്താവ് നമുക്ക് തന്ന കവറിങ്. 3-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നോക്കാം, 3 നമ്മള് ഇനിയും അടിയെന്ന് ചിന്തിച്ചാൽ 2-ാമത്തേതാണ് നമ്മൾ 3-ാമതായി ചിന്തിക്കുന്നത്. പുറത്തുനിന്ന് ചിന്തിക്കുമ്പോൾ 3-ാമത്തേതാണ്. നമുക്ക് നോക്കാം, അത് കോലാട്ടുകൊറ്റന്റെ രോമമാണ്. 36-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം, അതിന്റെ നോക്കുക, അതിന്റെ 14 തൊട്ട് വായിക്കാം. 14 തൊട്ട്, തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുകൊറ്റ രോമം കൊണ്ടുള്ള മൂടിശീല ഉണ്ടാക്കി. 11 മൂടിശീലകളായി അവയെ ഉണ്ടാക്കി. ഓരോ മൂടിശീലയ്ക്കും 30 മുഴം നീളവും, ഓരോ മൂടിശീലയ്ക്ക് 30 മുഴം നീളവും, ഓരോ മൂടിശീലയ്ക്ക് 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. മൂടിശീല 11-നും ഒരളവ് തന്നെ. അവൻ 5 മൂടിശീല ഒന്നായും 6 മൂടിശീല ഒന്നായും ഇണച്ചു. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ 1-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടിശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും 2-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടിശീലയിൽ വിളിമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കി. കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അത് ഇണപ്പാൻ താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി. വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ, ഇതിന്റെ അളവുകൾ ശ്രദ്ധിച്ചാൽ, ഈ അളവുകളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് 11 സെറ്റ് കർട്ടൻ കൊണ്ടാണ്. 11 സെറ്റ് കർട്ടൻ. ഒരു കർട്ടന്റെ നീളം 30 മുഴമാണ്, 30 ക്യൂബിറ്റ്സ്. അതിന്റെ വീതി 4 എണ്ണമാണ്.
അത്ര 11 എണ്ണം വേണം. സാധാരണ 10 മതി, ഇവിടെ 11 എണ്ണം ആവശ്യപ്പെട്ടു ഈ കോലാട്ടുകൊറ്റന്റെ രോമം കൊണ്ടുള്ള കവറിങ്. നമ്മൾ ഓർക്കണം, ഇത് രണ്ടാമത്തെ കവറിങ് ആണ്. അപ്പോൾ ഇത് മറ്റ് കർട്ടനിൽ നിന്ന് അല്പം കൂടെ വലുപ്പമുള്ള ഒരു കർട്ടനാണ്. നമുക്ക് അതിന്റെ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാം. ഈ ഒരു സെറ്റ് ഓഫ് കർട്ടൻ എന്ന് പറഞ്ഞാൽ ഈ 30 മുഴം നീളവും 4 മുഴം വീതിയുമുള്ള 5 കർട്ടനാണ് ആദ്യത്തേത്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ 30 മുഴം നീളവും 4 മുഴം വീതിയുമുള്ള 6 കർട്ടനാണ് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ 5ഉം 6ഉം. ഇവയുടെ അറ്റത്ത് ഈ രോമം കൊണ്ട് തന്നെ കൊളുത്തുകളുണ്ട് രണ്ടിലും. ഈ 2 കൊളുത്തുകളെ 50 കണ്ണി, താമ്രം കൊണ്ടുള്ള, കോപ്പർ കൊണ്ടുള്ള 50 കണ്ണികൾ കൊണ്ട് അതിനെ ഒന്നിപ്പിക്കുകയാണ്. ദൈവം ഓരോന്നും പറയുന്നു. നമ്മൾ നോക്കുക, ഈ കർട്ടന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ കർട്ടൻ ആദ്യത്തെ കർട്ടന്റെ പുറകിൽ വെക്കുമ്പോൾ, പുറത്തു വെക്കുമ്പോൾ നോക്കുക, സമാഗമന കൂടാരം മുഴുവൻ കവർ ചെയ്യും. അതിന്റെ അവസാനത്തെ പലകൾ വരെ കവർ ചെയ്യും. ഒന്നും പുറത്ത് കാണാതെ കവർ ചെയ്യും. മാത്രമല്ല, അതിന് 11 എണ്ണം ഉള്ളത് കൊണ്ട് ഒരെണ്ണം, അതായത് 30 മുഴം നീളം 4 മുഴം വീതി, അതിന്റെ മുകളിൽ സമാഗമന കൂടാരത്തിന്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കും. ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ഈ തൂങ്ങിക്കിടക്കുന്നത് ദൈവം എടുത്തു പറഞ്ഞു എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു, അതിനെ മടക്കി വെക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 26-ാം അധ്യായത്തിൽ കാണുമായിരുന്നു. നോക്കിക്കോട്ടെ, 26-ാം അധ്യായത്തില് യെസ്, അതിന്റെ നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചേക്കാം. അതിന്റെ 7 തൊട്ടുള്ള വാക്യം നോക്കിക്കോട്ടെ. 26-ന്റെ 7 തൊട്ടുള്ള വാക്യം. തിരുനിവാസത്തിന്മേൽ മൂടുപിരിയായി കോലാട്ട് രോമം കൊണ്ട് മൂടിശില ഉണ്ടാക്കണം. 11 മൂടിശില വേണം. ഓരോ മൂടിശിലയും 30 മുഴം നീളവും ഓരോ മൂടിശിലയ്ക്ക് 4 മുഴം വീതിയും. ഇങ്ങനെ മൂടിശില 11നും ഒരേ അളവായിരിക്കണം. 5 മൂടിശില ഒന്നായും 6 മൂടിശില ഒന്നായും ഇണച്ചു. 6-ാമത്തെ മൂടിശില കൂടാരത്തിന് മുൻവശത്ത് മടക്കിയിടണം. അതാ ഇതിന്റെ പ്രത്യേകത. 6-ാമത്തെ 5ഉം 6ഉം ഇത് രണ്ടും കൂടെ ഇടച്ചു കഴിയുമ്പോൾ ഒന്നായിട്ടിരിക്കും. പക്ഷേ ഒരെണ്ണം മുന്നോട്ട് കിടക്കും. അത് മടക്കി വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതിന്റെ ആശയം നമുക്ക് നോക്കാം. ഇണച്ചുണ്ടാക്കിയ 1-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടിശിലയുടെ വിളിമ്പിൽ 50 കണ്ണിയും 2-ാമത്തെ വിരിയുടെ മൂടിശില വിളിമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കണം. താമ്രം കൊണ്ട് 50 കൊളുത്തുണ്ടാക്കി കൊളുത്ത് കണ്ണിയിൽ ഇട്ട് കൂടാരം ഒന്നായി തീരത്തക്കവണ്ണം ഇണച്ചു കൊള്ളണം. മൂടുവിരിയുടെ മൂടിശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂടിശില തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം. മൂടുവിരിയുടെ മൂടിശീല നീളത്തിന് ശേഷിപ്പുള്ളത് ഇപ്പുറത്തും 1 മുഴം അപ്പുറത്തും 1 മുഴം ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിന് 2 പാർശ്വങ്ങളിലും തൂക്കിയിടണം. അതിന്റെ അളവ് നമ്മൾ കൂടാരത്തോളം ബന്ധത്തിൽ പരിശോധിച്ചാൽ അത് കംപ്ലീറ്റ് കവർ ചെയ്ത് കിടക്കും. മുൻവശത്ത് ഒരെണ്ണം കിടക്കും. അത് മടക്കി വെക്കുകയാണ്. ഇങ്ങനെ മുകളിലോട്ട് മടക്കി വെക്കുകയാണ്. പ്രത്യേകം അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിന്റെ നിറം വെളുത്തതായിട്ടാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത്. എന്നാൽ അത് ശരിക്ക് കറുത്ത നിറമാണെന്നാണ് ഏറിയ പങ്കും വിശ്വസിക്കുന്നത്. കാരണം കോലാട്ടുകൊറ്റന്റെ നിറം കറുത്തതായിരുന്നു. ഇത് ആരാ നെയ്തത്? 35-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നോക്കി. നമുക്ക് ഇത് നെയ്തതൂടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നോക്കാം. സഹോദരിമാരുടെ ശുശ്രൂഷയുടെ ഒരു കാര്യം നോക്കുക. പുറപ്പാട് ദിവസം 35-ന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നോറ്റു. സാമർഥ്യമുള്ള ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകൾ. അവിടെ പല സ്ത്രീകളുമുണ്ട്. ഇസ്രായേൽ മക്കളിൽ പല സ്ത്രീകളുമുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഹൃദയത്തിൽ ഉത്സാഹമുള്ള സ്ത്രീകളുണ്ട്. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നി. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവരാഗ്രഹിച്ചപ്പോൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട്, അവരാണ് ഈ കോലാട്ടുകൊറ്റന്റെ രോമമെടുത്ത് നെയ്തെടുത്ത് ഈ വിരികൾ ഉണ്ടാക്കി കൊടുത്തത്. പരസ്യമായി ശുശ്രൂഷകളില്ല.
അവർ പുറകിൽ നിന്നുകൊണ്ട് ആ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവനിവാസത്തിന്റെ പണിക്ക് വേണ്ടി പുറകിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർ അവർ പബ്ലിക് മീറ്റിംഗിലില്ല. പരസ്യ പ്രസ്താവനകളും പരസ്യ ശുശ്രൂഷകളും അവർ ചെയ്യുന്നില്ലെങ്കിലും ഇതിന്റെ പുറകിൽ അവർ പ്രവർത്തിക്കുന്നു. അവരുടെ സാമർഥ്യമുള്ള അവരുടെ ഹൃദയത്തിന്റെ ഉത്സാഹം കൊണ്ട്, അവരുടെ കരങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ നിവാസത്തെ മറയ്ക്കുവാൻ അവര് ഈ കോലാട്ടുകൊറ്റന്റെ രോമം കൊണ്ട് അത് വേണ്ടവണ്ണം നെയ്ത് കൊടുക്കുക. എത്ര മനോഹരമായൊരു പഠനമാണ്. നമ്മുടെ സൗരിമാനുള്ള ബന്ധത്തിൽ അവർ പരസ്യമായി ശുശ്രൂഷകൾ ഏർപ്പെടുന്നില്ല, അവർ മുൻപന്തിയിൽ അവരെ കാണുന്നില്ല, എന്നാൽ പുറകിൽ അവർ നിൽക്കുന്നു. അവരുടെ പ്രാർത്ഥന, അവരുടെ പ്രവൃത്തി അവർ ഉത്സാഹിപ്പിക്കുന്നു. അവര് ദൈവത്തിന്റെ നാമമഹത്വത്തിനായി കൊടുക്കുന്നു, പ്രവർത്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അന്ന് കർത്താവ് പ്രതിഫലം വീതിക്കുമ്പോൾ എൻ്റെ സൗരിമാരെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ ചെയ്ത ഈ ഓരോ പ്രവൃത്തികളും കർത്താവ് പ്രതിഫലം തരും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയെക്കുറിച്ച് മത്തായി 6 കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും കാണുന്നില്ല, അവിടെ കഥ അടച്ചിട്ടിരിക്കുക. പക്ഷേ പ്രതിഫലം വീതിക്കുന്ന നാളിൽ നിങ്ങൾ മാനിക്കപ്പെടുമെന്നുള്ളത് ഓർക്കുക. ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇവരെ പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്. സാമർഥ്യമുള്ള, ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകൾ. നമ്മുടെ മാതാക്കളൊക്കെ ഇങ്ങനെയല്ലായിരുന്നോ? അതെ, വിശ്വാസത്തിൽ ജ്വലിച്ചു നിന്ന നമ്മുടെ മാതാക്കളുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ ഉത്സാഹം തോന്നി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവര് നിന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥമാണ് ഈ കോലാട്ടുകൊറ്റന്റെ രോമം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മോടുകൂടെ, നമ്മളെ കവർ ചെയ്തിരിക്കുന്ന നമ്മുടെ കർത്താവ്. ഇതിന്റെ നിറം കറുപ്പാണ് എന്ന് ചിന്തിക്കുന്നു. അതിന്റെ കാരണം ഉത്തമഗീതം 1:5, ഞാൻ കറുത്തവളാണെങ്കിലും കേദാര്യ കൂടാരങ്ങളെ പോലെ അഴകുള്ളവളാണ്. 6-ാം അധ്യായം ഉത്തമഗീതം 6:5, അവളുടെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിലെ കോലാട്ട് കൂട്ടത്തിനെ പോലെയാണെന്ന് പറയും. കോലാട്ട് കൂട്ടന്മാർ സിറിയൻ ആടുകൾ, അവിടെയുള്ള ആടുകൾ സിൽക്കി ബ്ലാക്ക് ഹെയർ, അവരിങ്ങനെ കിടക്കുമ്പോൾ അതുപോലെയാണ് നിന്റെ തലമുടി എന്ന് പറയുമ്പോൾ അവിടെയും കറുത്ത നിറം. ഈ കറുപ്പ് പാപയാഗത്തിനായി അറുക്കപ്പെട്ട നമ്മുടെ കർത്താവിന്റെ ചിത്രം. യെസ്, ഇവിടെ ഇത് കറുപ്പാ കാണിച്ചിരിക്കുന്നത്, കണ്ടോ? പുറത്ത് വാഞ്ചർ അല്ലെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ തകിച്ചതുപോലെ ചുവപ്പ് ചാട്ടുകൊറ്റന്റെ പോലെ. മൂന്നാമത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ കോലാട്ടുകൊറ്റന്റെ രോമം, ഇവിടെ ആ നിറം കറുപ്പ് നിറമാണ്. അതാ കുറച്ചുകൂടെ ശരിയായിട്ടുള്ള നിറം, കറുപ്പ് നിറം. ആ കറുപ്പ് നിറം യേശുക്രിസ്തു പാപയാഗമായി തീർന്നതിന്റെ ചിത്രമാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം, ഞാൻ അത്ര വിശദമായി പറയാതെ പറഞ്ഞു പോവുകയാണ്. മഹാപാപ പരിഹാര ദിവസം 2 കോലാട്ടുകൊറ്റന്മാരെ എടുക്കണം. ഒന്നിന് യഹോവയ്ക്ക്, ഒന്നിന് അസസ്സേലിന്. 2 കോലാട്ടുകൊറ്റന്മാർ. വെളിപ്പാട് 25:32 ചെമ്മരിയാടും കോലാടുകളും തമ്മിലുള്ള ന്യായവിധിയെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു. കർത്താവ് മടങ്ങി വരുമ്പോൾ തേജസ്സിന്റെ സിംഹാസനം ഇരിക്കുമ്പോൾ ജനങ്ങളെ വേർതിരിക്കുമ്പോൾ വലത്ത് ചെമ്മരിയാടും ഇലത്ത് കോലാടും. ആ കോലാടുകളോട് പറയുന്നത് ശപിക്കപ്പെട്ടവരെന്ന്. ശാപമായി തീർന്ന കർത്താവിന്റെ ചിത്രം, ശാപമായി തീർന്ന കർത്താവിന്റെ ചിത്രം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ജഡമെടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിന്റെ മനോഹരമായ ചിത്രമാണ് ഈ കോലാട്ടുകൊറ്റന്റെ രോഗം. നമ്മളെ കവർ ചെയ്തിരിക്കുകയാണ് അവന്റെ യാഗം. നമ്മളെ ആർക്കും തൊടാൻ കഴിയില്ല. നാം തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാണ്. നമ്മളെ കവർ ചെയ്തിരിക്കുന്നു, ആ സമ്പൂർണമായി കവർ ചെയ്തിരിക്കുകയാണ് ആ ആട്ടുകൊറ്റന്റെ രോമം കൊണ്ടുള്ള. ഇനി ഇത് 11 എണ്ണം. ഈ 11 എണ്ണം എന്നുള്ളത് വീണ്ടും ഇവിടെ ശ്രദ്ധേയമാണ്. എന്താ ശ്രദ്ധേയമായതെന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ്.
യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം നോക്കിയാട്ടെ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം. വേദപുസ്തകത്തിൽ ഒന്നും എല്ലാത്തിനും അർത്ഥമുണ്ട്, ഒന്നും അവിചാരിതമായി വരികയല്ല. യോസേഫ് കണ്ട സ്വപ്നത്തിൽ ഒരു ഭാഗം ഞാൻ കാണിച്ചോട്ടെ. ഉൽപ്പത്തി 37-ന്റെ 9-ാമത്തെ യോസേഫ് പറയുക, അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു. യാക്കോബിന്റെ 12 പുത്രന്മാർ, 11 പുത്രന്മാരും എന്നെ നമസ്കരിക്കുന്നതായിട്ട് യോസേഫ് പറയുകയാണ്. ആ സ്വപ്നം കണ്ടതോടുകൂടെ, അത് പറഞ്ഞതോടുകൂടെ ഡിസോർഗനൈസേഷൻ, സഹോദരന്മാരുടെ മധ്യത്തിൽ ഭിന്നതയുണ്ടാകുകയാണ്. യോസേഫിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു, യോസേഫിനെ വിറ്റുകളയുന്നു. നോക്കുക, ഒരു ഡിസോർഗനൈസേഷന്റെ ചിത്രമായി തീർന്നില്ല. കർത്താവിന്റെ ശിഷ്യന്മാർ എത്ര പേരായിരുന്നു? 12 പേരായിരുന്നു. യൂദാസ് അവനെ ഒറ്റക്കൊടുത്തു. പിന്നെ ശേഷിച്ചത് എത്ര? 11 പേര്. 11 പേരാണ്. ഈ 11 പേരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പെസഹ പെരുന്നാൾ തൊട്ട് പെന്തക്കോസ്ത് പെരുന്നാൾ വരെ 11 പേര് ഡിസോർഗനൈസ്ഡ് ആണ്. 12ാമത് മത്യാസിനെ കൂടെ തെരഞ്ഞെടുക്കുകയാണ്. അത് വീണ്ടും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ഈ കോലാട്ട് കൊറ്റന്റെ രോമം കൊണ്ടുള്ള ആ വിരി കാണാൻ കഴിയത്തില്ല. അത് നമ്മൾ കണ്ടു ആ ചിത്രത്തിൽ. മറ്റ് വിരികളുടെ നടുക്കാണ്. അവിടെ ആകെ കാണാൻ കഴിയുന്നത് 11ാമത്തെ ആ ഒരെണ്ണം മാത്രം മടക്കി മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ കാണും. ഇനിയും ഇവിടെ ഒരു സത്യം നോക്കി, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത് 33 വർഷം. ഒന്ന് ശ്രദ്ധിച്ചേ, 33-നെ 3 11 തിരിക്കാം. 11 ഗുണം 3 33. 3-ന്റെ 11 ഗണമാണ് 33. 3 ഗുണം 11. അതിൽ യേശുക്രിസ്തു 30 വർഷം ജീവിച്ചത് ആരും കണ്ടില്ല. ആ 3ാമത്തെ വിരി നമ്മൾ ഓർത്തതുപോലെ ആ രോമം കൊണ്ടുള്ള വിരി മറ്റ് വിരികളുടെ നടുക്ക് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. ആളുകൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഭാഗമുണ്ട്. 11ാമത്തെ വിരി. 11ാമത്തെ വിരിയെ കാണാൻ കഴിഞ്ഞുള്ളൂ. അവന്റെ 3 വർഷം 3.5 വർഷം കണ്ടു. ആ ചിത്രം കണ്ടോ നിങ്ങൾ? ഒന്ന് ഓർത്തു നോക്കിയാട്ടെ ദൈവത്തിന്റെ ആ ചിന്തകള്. യേശുക്രിസ്തുവിന്റെ ജീവിതം 33.5 വർഷം അല്ലെങ്കിൽ 33 വർഷം. 3 ഗുണം 11. അതിൽ 30 വർഷവും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവൻ എങ്ങനെ ജീവിച്ചെന്ന് അറിഞ്ഞുകൂടാ. അവർ കണ്ടത്, ജനങ്ങൾ കണ്ടത് അവസാനത്തെ ആ 3 വർഷമാണ് അല്ലെങ്കിൽ 3.5 വർഷമാണ്. അവിടെ മാത്രമേ മടക്കി വെച്ചിട്ടുള്ളൂ. ലാസ്റ്റ് 11th of his life. അവന്റെ അവസാനത്തെ 11ന്റെ അവസാനത്തെ 3 വർഷമാണ് കാണാനായിട്ട് ദൈവം അനുവദിച്ചത്. നമ്മളെ കവർ ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ കവർ ചെയ്തിരിക്കുക. 4ാമത്തെ ഘട്ടനയെ കുറിച്ച് നോക്കാം. ശേഷിക്കുന്ന സമയം 4ാമത്തെ ഘട്ടനയെ കുറിച്ച് മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ആദ്യത്തെ ഘട്ടന നമുക്കൊന്ന് വായിക്കാം. 26-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യം. തിരുനിവാസത്തെ പിരിച്ച പഞ്ഞുനൂൽ, നീലനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് 10 മൂടിശില കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി കെരൂബുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം. ഓരോ മൂടിശിലയ്ക്ക് 20 മുഴം നീളവും ഓരോ മൂടിശിലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടിശിലയ്ക്ക് 4 മുഴം വീതിയും. ഇങ്ങനെ മൂടിശിലകളെല്ലാം ഒരളവായിരിക്കണം. 5 മൂടിശില ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം, മറ്റേ 5 മൂടിശിലയ്ക്ക് ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ ഇണച്ചുണ്ടാക്കി 1ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടിശിലയുടെ നടുവിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. 2ാമത്തെ വിരിയുടെ പുറത്ത് മൂടിശിലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മൂടിശിലയിൽ 50 കണ്ണി ഉണ്ടാക്കണം.
രണ്ടാമത്തെ വിരിയിൽ മൂടിശിലയിൽ വിളിമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. കണ്ണി നേർക്ക് നേരെ ആയിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടിശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണയ്ക്കണം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 10 കർട്ടൻസ് ആണ്. എന്നാൽ അതിന്റെ നീളം 28 മുഴമേ. 28 മുഴവും 4 മുഴം വീതിയുമുള്ള രണ്ട്, മൊത്തം അത്രയും 5 എണ്ണമുള്ള 2 സെറ്റാണ്. 5 എണ്ണം 28 മുഴം നീളം, 4 മുഴം വീതിയുള്ള 5 കർട്ടൻ ഒന്നിച്ചു. മറുഭാഗത്തും 28 മുഴം നീളവും 4 മുഴം വീതിയുമുള്ള 5 കർട്ടൻ തീർന്നു. ഈ കർട്ടന്റെ രണ്ടിന്റെയും വിളിമ്പിൽ നീല നൂലുകൊണ്ട് കൊളുത്തുകൾ ഉണ്ടാക്കി, നേർക്ക് നേരെ. പിന്നെ സ്വർണ്ണ കൊളുത്തുണ്ടാക്കി ഇതിനെ രണ്ടിനെയും കൂടെ ഈ ലൂപ്പുകളെ ഇണപ്പിക്കുക. നമ്മള് 36-ാം അധ്യായം നോക്കിയാട്ടെ. പുറപ്പാട് ദിവസവും 36-ാം അധ്യായം. 36-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കണ്ടോ? തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ട് രോമം കൊണ്ട് മൂടിശില ഉണ്ടാക്കണം. അവിടെ അവിടെ തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി. അവള് ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, തിരുനിവാസം. 38 പലകൾ നിവർന്നു നിൽക്കുമ്പോൾ അതിന്റെ പുറത്തുള്ള കവറിങ്ങിന് തിരുനിവാസത്തിന്മേൽ എന്നൊരു പേര് അവിടെ നമ്മൾ കാണുന്നു. ആദ്യത്തെ കവറിങ് ആണ് ഈ പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള കവറിങ്. ഓരോ കർട്ടനും നമ്മൾ കണ്ടു 28 മുഴം നീളം, 4 മുഴം വീതി. അത് 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിച്ച് അതിൽ ഓരോന്നിലും കെരൂബുകളെ നെയ്തെടുത്തിരിക്കുക. കെരൂബുകളെ, ഇതാണ് ഒരു പുരോഹിതൻ ശുശ്രൂഷിക്കുമ്പോൾ കാണുന്ന കവറിങ്. ഇത് നമ്മുടെ കർത്താവിന്റെ ജീവിതവും ഈ ലോകത്തിൽ അവന്റെ ജീവിതവും മരണത്തെയും മറിച്ച് കാണിക്കുന്നു. നമ്മൾ കണ്ടു 4 നിറമുള്ള നൂലുകൾ കൊണ്ടാണ് ആ സമാന കൂടാരത്തിന്റെ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 സുവിശേഷത്തിലൂടെയാണ് അവന്റെ ജീവിതം നമുക്ക് വരച്ചു തന്നത്. ഈ പുറത്ത് കാണുന്ന ഈ മൂടിശീലയുണ്ടല്ലോ, പുരോഹിതൻ അകത്ത് നോക്കുമ്പോൾ കാണുന്ന മൂടിശീല, ആ മൂടിശീല യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കും. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കും. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടു അതൊരു കർട്ടനാണ്. മൂടിശീല കർട്ടൻ ഉണ്ടാക്കണം. അതിന്റെ 8-ാം വാക്യത്തിലുണ്ട്, പണി ചെയ്യുന്നവർ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ, കൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് 10 മൂടിശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി. മൂടിശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി. കർട്ടൻ, കർട്ടൻ എന്നാ പറയുന്നത് മൂടിശീല. അതിന്റെ എബ്രായ വാക്ക് ഇരിയോത്ത് എന്നാണ്. ഇരിയോത്ത് എന്ന വാക്കിന്റെ അർത്ഥം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ട്രബിൾ ഓർ വേവ്, വിറയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വേവ്, ഇങ്ങനെ തിരമാലകൾ പോലെ അത് ചലിക്കുക. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഭയന്നിട്ട് വിറയ്ക്കുക എന്നാണ്. നമുക്കറിയാം കർട്ടൻ സാധാരണ ഇങ്ങനെ അനങ്ങുന്നത് കാണാം. അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇരിയോത്ത്. എന്താ അങ്ങനെ പറയാൻ കാരണം? യേശുക്രിസ്തുവിന്റെ ജീവിതമാണെങ്കിൽ ഇതെന്താ, ഇത് വിറയ്ക്കുന്നതായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്ന ആദ്യത്തേത് എടുത്താട്ടെ. യെശയ്യാപ്രവചനം 11-ാം അധ്യായം നോക്കിയാട്ടെ. ഞാൻ വളരെ ആ ഭാഗം കണ്ട് കുറെ നേരം എൻ്റെ മനസ്സിൽ ആ സന്തോഷം ഞാൻ ഓർപ്പിച്ച പോലെ അല തല്ലി. നമ്മുടെ കർത്താവിന്റെ മേലെ ആവസിച്ച ആത്മാവിനെ കുറിച്ച് പറയുന്നു. 7 വ്യത്യസ്തമായ ആത്മാവിന്റെ സവിശേഷതകൾ യെശയ്യാവ് 11 തൊട്ട് വായിക്കാം. 1-ാം വാക്യം. എന്നാൽ ഈശയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ബലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് 1, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3 വിവേകത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിന്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 5 യഹോവ ഭക്തിയുടെ ആത്മാവ്. 7-ാമത് പറഞ്ഞിരിക്കുന്നത് യഹോവ ഭക്തിയുടെ ആത്മാവ്.
അവന്റെ പ്രമോദം യഹോവയിൽ ആയിരിക്കും. ആ ലാസ്റ്റ് പാർട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ, യഹോവ ഭക്തിയുടെ ആത്മാവ്, അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. കണ്ടോ അത്? യഹോവ ഭക്തിയുടെ ആത്മാവ് അവന്റെ മേൽ. യഹോവ ഭക്തി എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്തുവാ? ഫിയർ ഓഫ് ദ ലോർഡ് എന്നാണ്. ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയം എന്ന. ദൈവഭയത്താൽ വിറച്ചിട്ട്, ദൈവഭയത്താൽ ആ കട്ടൻ കിടന്ന് ഇങ്ങനെ അനങ്ങുന്ന പോലെ ചലിച്ചിട്ട്, ഇവിടെ വായിക്കുന്നത് എന്താണ്? അവൻ യഹോവ ഭക്തിയുടെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. ടോട്ടലി ഡിപ്പെൻഡഡ് ഓൺ ഹിസ് ഫാദർ ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ഗോഡ്. സഹോദരന്മാരെ, ഇത് അണ്ടർലൈൻ ചെയ്ത് ദൈവമക്കളെ പഠിപ്പിക്കുക. എന്താ കാരണം? യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചു. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ളവനായി പാപമൊഴിച്ച് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ എങ്ങനെയാണ് ഈ വിജയപ്രദമായ ജീവിതം നയിച്ചത്? അവന്റെ വിജയപ്രദമായ ജീവിതത്തിന്റെ കാരണം ദൈവം പറയുന്നു. യഹോവ ഭക്തി അല്ലെങ്കിൽ ഫിയർ ഓഫ് ദ ലോർഡ്, അവനിൽ ആവസിച്ച ആത്മാവുണ്ടല്ലോ, അത് ദൈവഭയത്തിന്റെ ആത്മാവായിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ടു, ആ പ്രമോദം യഹോവ ഭക്തിയിലായിരുന്നു. ഹിസ് ഡിലൈറ്റ് വാസ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ഓരോ ചുവടും ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. ഇന്നത്തെ പ്രശ്നം എന്നാ? ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇതാണ് പ്രശ്നം. ഇന്ന് മനുഷ്യന് ദൈവഭയമില്ല. ദൈവഭയമുണ്ടെങ്കിൽ അവൻ ദൈവത്തോട് ക്ലിങ് ചെയ്യും, അല്ലെങ്കിൽ ഹി വിൽ ബി ക്ലീനിങ് ടു ഗോഡ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേലെ ആവസിച്ച യഹോവയുടെ ആത്മാവ്, the spirit of the fear of the Lord, അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലാണ്. എന്തൊരാശയമാണ്! അവന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന ആദ്യത്തെ കർട്ടൻ, 4 നിറമുള്ള നൂല്, 4 സുവിശേഷത്തിലൂടെ നമുക്ക് വരച്ചു കാണിച്ച ദൈവപുത്രന്റെ ജീവിതം. ആ ജീവിതം ഈ വിധത്തിൽ നമ്മുടെ കൺമുമ്പിൽ മാതൃകയായി തീർന്നതിന്റെ കാരണം ഇറ്റ് ഈസ് എ ഫിയർ ഓഫ് ദ ലോർഡ്. അത് അണ്ടർലൈൻ ചെയ്തുകൊള്ളുക. കർട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഇറിയോത്ത്, YERIOTH. ഇറിയോത്ത് എന്ന് പറഞ്ഞാൽ ട്രബിൾ ഓർ വേവ് എന്നാണ്. വിറയ്ക്കുക അല്ലെങ്കിൽ തിരമാലകൾ എന്നാണ്. അത് യേശുക്രിസ്തുവിന് മേലെ ആവസിച്ച ആത്മാവിന്റെ മനോഹരമായ ഒരു ചിത്രമായി അവിടെ ഇരിക്കുക. ബ്യൂട്ടിഫുൾ. രണ്ടാമത് നമ്മൾ ഓർക്കുക, ഇതിൽ ഓരോ സ്ട്രിപ്പിലും എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ, ഈ ഓരോ കർട്ടനിലും ഒന്നിച്ചിരിക്കുന്ന 10 കർട്ടന കെരൂബുകളെ നെയ്തെടുത്തിട്ടുണ്ട്. ദൈവയോട് പറഞ്ഞു, അതിന്റെ 8-ാം വാക്യത്തില് 36:8 നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി കെരൂബുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഈ പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്കായി ഇതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, അവരെന്താ കാണുന്നത്? മുകളിലോട്ട് നോക്കിയാൽ കെരൂബുകൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട, മുന്നോട്ടൊന്ന് നോക്കിക്കാട്ടെ, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഒരു കട്ടനുണ്ട്, അതേലും കെരൂബുകളെ നെയ്തുണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? ഈ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന ദേവാലയം, അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ച ആ കർട്ടനിൽ കെരൂബുകളുണ്ട്. മുകളിലോട്ട് അവർ നോക്കുമ്പോൾ കെരൂബുകളുണ്ട്. ദൈവസഭയുടെ ചിത്രമാണിത്. ദൈവസഭയുടെ ചിത്രം. എന്താ ചിത്രം? ദൂതന്മാര് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പഴയ നിയമത്തിൽ ഈ സമാഗമന കൂടാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. God is looking at us. God is watching us. 1-2 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായം നോക്കാം. സഹോദരന്മാരെ, എത്ര മനോഹരമാരായിട്ടാണ് ദൈവം ഇത് പുതിയ നിയമസഭയ്ക്ക് പഠിപ്പിച്ചു തരുന്നത്. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 3:10 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരും. സഭയിലൂടെ ഈ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ഈ മനോഹരമായ ബഹുവിധമായ ജ്ഞാനം
അറിയായി വന്നിരിക്കുക. ഒന്ന് പത്രോസ് 1:12 വായിക്കാം. 1 പത്രോസ് 1:12. വാക്യം. നിങ്ങൾക്ക് തങ്ങൾക്ക് ആ ശുശ്രൂഷ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ഇതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഞാൻ പറയാം. ഞാനത് നിങ്ങള് ദാനിയേലിന്റെ പുസ്തകം എടുത്താട്ടെ, നിങ്ങൾക്ക് നന്നായി ചിന്തിക്കുന്നതിന് ഞാൻ ആ ഭാഗം ഒന്ന് പറയുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം. നെബൂഖദ്നേസർ രാജാവ് പുല്ല് തിന്നേണ്ടി വന്നു. നമ്മൾ ഓർക്കുക, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജാവാണ്. ഞാനത് ഇംഗ്ലീഷ് ബൈബിളിലൂടെ ഒന്ന് എടുത്തോട്ടെ, അതിന്റെ ശരിയായ അർത്ഥം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി. ഈ രാജാവ് പുല്ല് തിന്നണമെന്നുള്ളത് ആരുടെ വിധിയാണ്? ദൈവമാണ്. ദൈവത്തിന്റെ ചിന്തകളോട് ചേർന്നിരിക്കുന്ന ഒരു കൂട്ടം ദൂതഗണങ്ങളെ കാണാം. 4-ാം അധ്യായത്തിന്റെ ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. ദർശനത്തിൽ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ തന്നെ. ഞാൻ ഇംഗ്ലീഷിൽ അത് വായിക്കും. 4:13. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. I saw in the vision of my head while on my bed, and there was a watcher, a holy one. A watcher, ഇംഗ്ലീഷ് നോക്കിയേ. വാച്ച് ചെയ്യുന്ന ഒരുവൻ, ഒരു വിശുദ്ധൻ. 2, അതിന്റെ 17-ാം വാക്യം നോക്കിയേ. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. 17-ാം വാക്യം ഇംഗ്ലീഷ് വായിക്കുന്നു. The decision is by the decree of the watchers. By the watchers. ആരാണ് ഈ വാച്ചേഴ്സ്? അതിന്റെ 23-ാം വാക്യം കൂടെ വായിക്കുന്നു. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, തിരുമനസ്സിലെ വാസം കാട്ടുമങ്ങോടുകൂടെയാകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ല് തീറ്റും, തിരുമേനിയെ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നതുവരെ, തിരുമനസ് കൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. വൃക്ഷത്തിന്റെ തായ് വേർ വെച്ചേക്കാവുന്ന അവൻ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു. ഞാൻ ആ വാക്യം കൂടെ ഇംഗ്ലീഷിലൊന്ന് വായിച്ചേക്കാം. 23-ാമത്തെ 23. And inasmuch as the king saw a watcher, a holy one coming down from heaven. A watcher, a holy one. ഈ ദൂതന്മാർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ പേര് വാച്ചർ എന്നാണ്. വാച്ചർ. വാച്ചർ എന്ന് പറഞ്ഞ ആരാ? വാച്ച് ചെയ്യും. നമ്മളെ ആര് വാച്ച് ചെയ്യുന്നു? നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലും 1 പത്രോസിലും നമ്മൾ വായിച്ചു. ദൂതന്മാര് ദൈവസഭയെ നോക്കിക്കൊണ്ടിരിക്കുക. പല പാഠങ്ങൾ അവർ പഠിക്കുകയാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, സദൃശവാക്യം 5:21 ഒരു മനുഷ്യന്റെ വഴി യഹോവയുടെ മുമ്പാകെ ഇരിക്കും. ആകാത്തതും നല്ലതും ഒക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. സദൃശവാക്യം 5:21 മാത്രമല്ല, 15:3 ഒരു മനുഷ്യന്റെ വഴി യഹോവയുടെ മുമ്പാകെ ഇരിക്കും. സൗരന്മാരെ, നമ്മൾ ഓർക്കും നമ്മളെ ആരും നോക്കുന്നില്ല. പക്ഷെ നമ്മളെ നോക്കുന്നുള്ളൂ. ദൈവത്തിന്റെ കണ്ണ് നമ്മളെ കാണുന്നു. ദൂതന്മാർ നമ്മളെ വാച്ച് ചെയ്യുന്നു. ഈ പുരോഹിതന്മാർ പഴയ നിയമത്തിൽ ആ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കാൻ അകത്തി ചെല്ലുമ്പോൾ നമ്മൾ കണ്ടു, അവിടെ കെരൂബുകൾ മുകളിൽ നിന്ന് അവരെ നോക്കിക്കൊണ്ടിരിക്കും. കെരൂബുകൾ മുന്നിൽ നിന്ന് അവരെ നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ പൊരുളാണ് പുതിയ നിയമസഭ. ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെ വാച്ച് ചെയ്യുന്നു. ദൈവം നമ്മളെ നോക്കും. 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കർട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത് 5 വീതമാണ്. നമ്മൾ തിരുവചനത്തിൽ നോക്കിയാൽ
10 കൽപ്പന ദൈവത്തിന് ഒരു പലകയിൽ എഴുതാമായി. 2 പലക. 5 കൽപ്പന 5 കൽപ്പന 2 പലക. 10 കന്യകുമാരുടെ പറഞ്ഞു, 5 ബുദ്ധിയുള്ളവരും 5 ബുദ്ധി കെട്ടു. 5 നമ്മുടെ കരങ്ങൾക്ക് 5 വിരലുകൾ, നമ്മുടെ കാലുകൾക്ക് 5 വിരലുകൾ. ക്രിസ്തുവിന് ഇതോടുള്ള ബന്ധത്തിൽ 2 ആസ്പെക്ട് കാണാൻ സാധിക്കുന്നു. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം നമുക്ക് നോക്കാം. 10-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നെന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുവാൻ ഞാൻ വന്നു. I came not to send peace but a sword. I have come to set a man at variance against his father. അവൻ നമ്മളെ രണ്ടാക്കുന്നു. ലോകത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുമ്പോൾ, നമ്മളെ പഴയ ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് അവന് വേണ്ടി നമ്മളെ ഡിവൈഡ് ചെയ്യുക. മാത്രമല്ല, ശത്രുവിന്റെ പാളയത്തിൽ അവന്റെ കരം പ്രവർത്തിക്കുന്നു, നമ്മളെ വേർതിരിക്കും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 50 കണ്ണികൾ, സ്വർണ്ണ കണ്ണികൾ. ദൈവദാസന്മാരുടെ അഭിപ്രായത്തിൽ ആ സഭയോടുള്ള ബന്ധത്തിൽ പെന്റക്കോസ്റ്റിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന 50 സ്വർണ്ണ കണ്ണികൾ. 50-ാം ദിവസമാണല്ലോ പെന്റക്കോസ്. പെന്റക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ 50th ഡേ എന്നാണ്. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശേഷം 50 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഞാനിവിടെ നിർത്തുമ്പോൾ ഓർക്കുക, ഈ 4 കവറിങ്ങും കർത്താവിന്റെ 4 വിധമായ മുഖങ്ങളാണ്. ദൈവജനത്തെ കവർ ചെയ്തിരിക്കും, അവരെ സുരക്ഷിതരായി സൂക്ഷിക്കുന്നു. നാം ഒന്നും അറിയുന്നില്ല. നാം ദൈവത്തിന്റെ പുരോഹിതന്മാരാക്കി നമ്മളെ തീർത്തു അവന്റെ സമർപ്പണം കൊണ്ട്, കരപൂർണ യാഗം. നാം പുരോഹിതന്മാരായി ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ചെറിയ പഠനം നമ്മൾ അവലോകനമായി ഓടി നടത്തി നിങ്ങൾ ധ്യാനിക്കുക, പഠിക്കുക. ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. ദൈവനാമം മഹത്വപ്പെടട്ടെ.